നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്ന പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? 3 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലീഗലി കമ്മിങ് ബിഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ് ടു ഗെറ്റ് പെർമിഷൻ ടു ആക്സസ് ദ ബ്ലഡ്. അതായത് നിയമപരമായി യേശു കർത്താവിൻ്റെ രക്തം ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ എടുക്കുക. ഒന്നാമത്തെ സ്റ്റേജ് അതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥനയുടെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ദൈവസന്നിധിയിൽ വന്ന് യേശുവിൻ്റെ രക്തം ആക്സസ് ചെയ്യുന്ന ആ പെർമിഷൻ എടുക്കുക. അതാണ് സ്റ്റേജ് 1. ഇനി സ്റ്റേജ് 2 എന്ന് പറയുന്നത് എൻ്റർ ആൻഡ് ആക്സസ് ദ ബ്ലഡ്. ഹല്ലേലൂയ. എൻ്റർ എന്ന് പറഞ്ഞ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് എന്താണ് ആ രക്തത്തെ നമ്മൾ ആക്സസ് ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്ലൈ ദ ബ്ലഡ്. യേശുവിൻ്റെ രക്തം നമ്മൾ അവയവങ്ങളിൽ തളിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ വളരെ പൈശാചിക പീഡ അനുഭവിച്ച വ്യക്തിയാണ്. ഞാൻ എൻ്റെ പല സാക്ഷ്യങ്ങൾക്കകത്ത് ഞാൻ അനുഭവിച്ച പീഡകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2-3 വർഷമൊന്നും മര്യാദയ്ക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ പല ബ്രദേഴ്സിനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പല ആത്മീയ വിഷയങ്ങളും പലരും ചില സമയത്ത് നമ്മൾ ശുശ്രൂഷകരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. എന്നെ ആദ്യകാലങ്ങളിൽ സഹായിച്ച ചില ശുശ്രൂഷകരുണ്ട്. പക്ഷേ എൻ്റെ പ്രോബ്ലം സ്ഥിരമായിട്ട് ആ വിഷയങ്ങൾ വന്ന സമയത്ത് ഞാൻ തന്നെ പല പാറ്റേണുകളും പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കപ്പെട്ടത് മുഖാന്തരമാണ് എനിക്ക് അതിനകത്ത് ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ ഇടയായത്. അപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇന്നും. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കായിക അഭ്യാസിയാണ്, ഞാനൊരു അഭ്യാസിയെ പോലെ പ്രാക്ടീസ് ചെയ്യുന്നവനാണ്, ഞാനൊരു എൻ ടൈം വാരിയറാണ്. അപ്പോൾ കർത്താവ് ഒരു മർമ്മം പഠിപ്പിച്ചാൽ, ഒരു പ്രിൻസിപ്പിൾ നമ്മളെ പഠിപ്പിച്ചാൽ അത് പരിശീലിക്കണം നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ 16-17 വർഷങ്ങളിൽ ഞാൻ നിൽക്കുമ്പോഴും ഇന്നും എൻ്റെ ഡെയിലി പ്രെയർ എന്ന് പറയുന്നത് ഈ പ്രെയറാണ് ശരിക്കും. ഹല്ലേലൂയ. കാരണം ഞാനൊരു ശുശ്രൂഷകനാണ്. അപ്പം പല സ്പിരിറ്റുകളോട് ഡീൽ ചെയ്യുമ്പോൾ എൻ്റെ ബോഡിയിലും എൻ്റെ ദേഹിയിലും എൻ്റെ ആത്മാവിലും സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്ത് വേണം ആത്മീയ യുദ്ധത്തിന് നിൽക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ എന്നെ സഹായിക്കുന്ന ഒരു പ്രെയറാണ് ഇത്. നിങ്ങൾക്കും അനുഗ്രഹമാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നിങ്ങൾ അനേകം പേർക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. 100%. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അനേകം പേര് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് ദുരാത്മാക്കൾ മാനിഫെസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. സോ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ അവയവങ്ങളിലും, നമ്മുടെ ആത്മാവിൻ്റെ ദേഹിയുടെ ശരീരത്തിൻ്റെ വ്യത്യസ്ത അവയവങ്ങളിൽ ഈ പ്രാർത്ഥന മുഖാന്തരം ദേഴ്സ് എ പവർ. എല്ലാ പ്രാർത്ഥനകൾക്കും ഒരു ശക്തിയുണ്ട്. അത് ശരിയായ പ്രാർത്ഥനയാകുമ്പോൾ ദൈവികമായ സ്ട്രോങ് ഹോൾഡുകൾ ബിൽഡ് ചെയ്യാൻ അതിടയാകും. അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ സാത്താൻ നമ്മളെ ആക്രമിക്കരുത് എന്ന് നമുക്ക് അവനോട് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ശത്രു എന്നെ ആക്രമിക്കില്ലെന്ന് അവൻ്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. അവൻ്റെ ആരോകൾ അവൻ അയക്കുക തന്നെ ചെയ്യും. അവൻ്റെ അസ്ത്രങ്ങൾ നിങ്ങൾക്കെതിരെ അവൻ അയക്കുക തന്നെ ചെയ്യും. ഞാൻ ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ എത്രമാത്രമാണോ നിങ്ങളുടെ സ്ട്രോങ് ഹോൾഡിൻ്റെ വലുപ്പം, എത്രമാത്രമാണോ ആ ദൈവിക മഹത്വത്തിൻ്റെ കവറിങ് നിങ്ങൾക്കുള്ളത്, അത്രമാത്രമാണ് നിങ്ങൾക്ക് എന്താണ് ആ സാത്താൻ്റെ ആരോകളെ ചേർത്ത് നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ സ്പിരിറ്റിലും ദേഹിയിലും ശരീരത്തിലും ദൈവികമായ സ്ട്രോങ് ഹോൾഡുകളെ ബിൽഡ് ചെയ്യാൻ ഇടയാക്കും. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യം ഈ പ്രാർത്ഥന ഞാൻ ശരിക്കും പ്രാർത്ഥിക്കാറുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും മിനിമം 3 പ്രാവശ്യം ഇത് പ്രാർത്ഥിക്കും. ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ. കാരണം യേശുവിൻ്റെ രക്തം തളിക്കപ്പെടുന്ന രക്തമാണ്, യേശുവിൻ്റെ രക്തം കഴുകുന്ന രക്തമാണ്, വിശദീകരിക്കുന്ന രക്തമാണ്. നമ്മൾ മനുഷ്യന്മാരാണല്ലേ. അപ്പോൾ മനുഷ്യന്മാരാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമുക്കും നമ്മുടെ ആത്മാവിലും നമ്മുടെ ദേഹിയിലും ഒക്കെ പല കറകൾ പുരളും. അപ്പോൾ അതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ രക്തം മുഖാന്തരമാണ് ശരിക്കും ശുദ്ധീകരണം സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെ അല്ലെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്ത് നമ്മൾ ആ രക്തം തളിക്കുമ്പോൾ നമ്മുടെ ദേഹി ക്ലെൻസ് ആവും. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പോണോഗ്രഫിക് അഡിക്ഷനുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ അങ്ങനെ പല അൺക്ലീൻ പിക്ചറുകൾ കണ്ടവർ, അവരുടെ ദേഹി ശുദ്ധീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അവരുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ട്. കാരണം നമ്മൾ കാണുന്നതെല്ലാം, ആ പിക്ചറുകളെല്ലാം എന്താണ്, നമ്മുടെ മനസ്സിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ആ പിക്ചറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകത്തില്ല. അത് യേശുവിൻ്റെ രക്തം തളിച്ച് കഴുകി എന്താണ് ആ പിക്ചറുകൾ, സാത്താനിട്ട ഇമേജുകൾ നമ്മുടെ ദേഹിയിൽ നിന്ന് നീങ്ങിപ്പോകണമെങ്കിൽ, മാറിപ്പോകണമെങ്കിൽ എന്താണ് കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരതയോടെ യേശുവിൻ്റെ രക്തം തളിച്ച് നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ ദേഹി ശക്തി പ്രാപിക്കും. അവിടെ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യാൻ ഇടയാകും. അപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മർമ്മം മനസ്സിലാക്കണം, അതിൻ്റെ മിസ്റ്ററി മനസ്സിലാക്കണം, അതിൻ്റെ സീക്രട്ട് മനസ്സിലാക്കണം. ഓക്കെ. അപ്പം നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ ദേഹിയെ നമ്മുടെ ആത്മാവിൻ്റെ ഓർഗൻസിനെക്കുറിച്ചും കൂടെ പഠിപ്പിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ദൈവാത്മാവിനാൽ അല്ലെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ശരിക്കും ദൈവപുത്രന്മാർ എന്ന് പറയുമ്പോൾ, ഈ സ്പിരിറ്റിൽ മൂവ് ചെയ്യണമെങ്കിലുണ്ടല്ലോ നമ്മുടെ ദേഹിക്ക് ഒരു കോൺഷ്യൻസ് കൊടുക്കണം. നമ്മുടെ ദേഹിയെ പഠിപ്പിക്കണം ഞാനൊരു ആത്മീയനാണെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ കൊല്ലത്തെ മീറ്റിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞു, വി ആർ ലീഡിങ് എ സ്പിരിച്വൽ ലൈഫ്. ഐ എം എ സ്പിരിറ്റ് എന്ന കോൺഷ്യൻസ് ആർക്ക് കൊടുക്കണം? നമ്മുടെ ദേഹിക്ക് കൊടുക്കണം. കാരണം ദേഹിയാണ് ബ്രിഡ്ജ്. ഹല്ലേലൂയ. ദേഹി ശരിയല്ലെങ്കിൽ ആത്മാവ് എത്ര ശക്തമാണെങ്കിലും എന്താണ് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. കാരണം ആത്മാവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് ദേഹിയിലേക്കാണ്. അപ്പോൾ ദേഹി അത് ശരീരത്തിന് കൊടുക്കും. അങ്ങനെയാണ് നമ്മളൊരു പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ പ്രെയറിലൂടെ എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ അവയവങ്ങളെക്കുറിച്ചുള്ള കോൺഷ്യൻസ് ദേഹിക്കും കൂടെ കൊടുക്കുകയാണ്. അതിനാണ് ഞാൻ ആത്മാവിൻ്റെ വ്യത്യസ്ത അവയവങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചതിൻ്റെ കാര്യം.
അല്ലെങ്കിൽ സ്പിരിറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, നോളജ്, മെമ്മറി, ഇമാജിന്, അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മുടെ ദേഹിയെ പഠിപ്പിക്കണം. ഞാനൊരു ആത്മീയനാണെന്ന് പഠിപ്പിക്കണം. അപ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ സ്പിരിറ്റ് മാൻ സോളിനെ ഓവർടേക്ക് ചെയ്യും. അപ്പോഴാണ് നമ്മൾ സ്പിരിറ്റിൽ ആത്മാവിൽ സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഈ പ്രേയറിൻ്റെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ആൻ അവെയർനെസ് ഇൻ യുവർ സോൾ എബൌട്ട് യുവർ സ്പിരിച്വൽ ഓർഗൻസ് ആൻഡ് സെൻസസ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഒരു ആത്മീയനാണ്. ചിന്തിച്ച് നോക്കിക്കേ, നമ്മളിങ്ങനെ ആഹാരം കഴിക്കുന്നു, നടക്കുന്നു, എടുക്കുന്നു, കുക്ക് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, അതും അവിടെയൊക്കെ നമുക്കൊരു ആത്മാവിൻ്റെ കോൺഷ്യസ്നെസ് ഉണ്ടോ? ഇല്ല. നമ്മുടെ ദേഹിയാണ് കൂടുതൽ ആക്റ്റീവ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ദേഹിയാണ് തിക്ക്. നമ്മുടെ സ്പിരിറ്റ് അത്രമാത്രം എലൈവ് അല്ല, ആക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റുകളിലും എന്താണ് ദേഹിയെ പഠിപ്പിക്കണം, ഞാനൊരു ആത്മാവാണെന്ന്. അല്ലെങ്കിൽ ആത്മാവിൻ്റെ കോൺഷ്യൻസ് ദേഹിയിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് ആത്മാവിൽ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. രണ്ടാമത് എന്താണ്? ഡെവലപ്പിംഗ് ദ പവർ ഓഫ് ഇമാജിനേഷൻ ടു സ്വിച്ച് റെലം. അപ്പം നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലാൻ നേരം ഞാൻ മെൻറ്ററിംഗ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇമാജിൻ ചെയ്യാൻ പോവാണ് ഈ പ്രാർത്ഥന. ഹല്ലേലൂയ. ഇപ്പോൾ പലർക്കും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമില്ല. ഇപ്പോൾ വചനം ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പലർക്കും അറിയത്തില്ല. വചനം ധ്യാനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം ഇമാജിൻ ചെയ്യണം എന്ന് അതിൻ്റെ അർത്ഥം. വണ്ടർഫുൾ ജീസസ്. നമുക്ക് മെഡിറ്റേഷനെ കുറിച്ച് മറ്റൊരു ക്ലാസ് നമുക്ക് എടുക്കാം. എങ്ങനെയാണ് ദൈവവചനം ധ്യാനിക്കേണ്ടത് എന്ന് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ ഇമ്പോർട്ടൻസുകളെക്കുറിച്ചൊക്കെ ഞാൻ ഈ വരുന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവവചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവവചനത്തെ ഭാവനയിൽ കൊണ്ടുവരിക എന്നതിൻ്റെ അർത്ഥം. ഇമാജിൻ ചെയ്യണം നമ്മൾ വായിക്കുന്ന വചനത്തെ. പല ആൾക്കാരുണ്ട് പറയാനുണ്ട്, ബ്രദറെ 1 മണിക്കൂർ ഞാൻ വചനം വായിക്കാനിരുന്നു, 10 ചാപ്റ്റർ ഞാൻ വായിച്ചു. ഹല്ലേലൂയ. ഇവിടെ 1 മണിക്കൂർ ഇരുന്ന് ഞാൻ 2 വചനഭാഗം പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്നറിയോ, ആ വചനത്തെ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യണം. ഒരു വചനം എടുത്തു കഴിഞ്ഞാൽ ചുമ്മാ വായിച്ചു പോവുകയല്ല, അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. അതിൻ്റെ ഡീപ്പ് പാർട്ടിലേക്ക് പോകുമ്പോഴാണ് വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. സോ ഡെവലപ്പിംഗ് ദ പവർ ഓഫ് ഇമാജിനേഷൻ ടു സ്വിച്ച് റെലം. ഇപ്പം നമ്മൾ ഈ ഭൗതിക തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് ഇറ്റ് ഈസ് ത്രൂ ഇമാജിനേഷൻ. ഹല്ലേലൂയ. ഇപ്പോൾ പലർക്കും ആത്മാവിലോട്ട് പ്രവേശിക്കേണ്ടത് അല്ലെങ്കിൽ ആത്മീയ തലങ്ങളിലോട്ട് പ്രവേശിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഇമാജിനേഷനിലൂടെയാണ്. പക്ഷേ നിങ്ങളുടെ ഇമാജിനേഷൻ മുഴുവൻ ചുമ്മാ കുറേ വൃത്തികെട്ട ഫോട്ടോയും, ഹല്ലേലൂയ, കുറേ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാം അൺക്ലീൻ ആണെങ്കിൽ ആ ഇമാജിനേഷൻ എവിടെയാണ്? അത് അശുദ്ധ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ദേഹിയെയും യേശുവിൻ്റെ രക്തം തളിച്ച് കഴുകണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇമാജിനേഷനെ പ്യൂരിഫൈ ചെയ്യണം, ഇമാജിനേഷനെ ക്ലീൻ ആക്കണം. അപ്പോൾ എന്താണ്? ആ ക്ലീൻ ഫ്രീക്വൻസിയിലോട്ട്, യഥാർത്ഥ ഫ്രീക്വൻസിയിലോട്ട് പെട്ടെന്ന് ടാപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫിസിക്കൽ വേൾഡിൽ നിന്ന് സ്പിരിച്വൽ വേൾഡിലോട്ട് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ത്രൂ ദ ഇമാജിനേഷൻ. അപ്പോൾ ഈ പ്രയറിനകത്ത് ഈ 2 താക്കോലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്താണ്, ഈ പ്രയറിലൂടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എൻ്റെ ലൈഫിനകത്ത് കോൺസെൻട്രേഷൻ പഠിച്ചത് ഈ പ്രയറിലൂടെയാണ്. ഹല്ലേലൂയ. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹല്ലേലൂയ. ഇപ്പം പ്രത്യേകിച്ച് പ്രൊഫറ്റിക് ഓഫീസിൽ നമ്മൾ ദർശനങ്ങൾ കാണണമെങ്കിലുണ്ടല്ലോ, ആദ്യം നമ്മൾ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യണം. കാരണം ഒരു ദർശനം എന്ന് പറയുന്നൊരു ഫ്ലാഷ് പോലെ വരുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സെക്കൻഡ്, ഇറ്റ് കംസ് ആൻഡ് ഗോ. അപ്പം നമുക്കത് ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ ദർശനത്തിനകത്ത് ഒത്തിരി മിസ്റ്ററീസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ആ ദർശനത്തിനകത്തുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് കിട്ടത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു മരമാണ് കർത്താവ് കാണിച്ചിരുന്നിരിക്കട്ടെ. അപ്പോൾ മരത്തിന് എന്തുണ്ട്? ആ മരത്തിന് ബ്രാഞ്ചുകളുണ്ടാകാം, ആ മരത്തിനകത്ത് ഫ്രൂട്ട് ഉണ്ടാകാം, ആ മരത്തിൽ പക്ഷികളിരിക്കാം, അങ്ങനെ പല ഡീറ്റെയിൽസ് ഉണ്ടല്ലേ. അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ നിങ്ങളൊരു മരം മാത്രമേ കണ്ടുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റത്തില്ല. വണ്ടർഫുൾ ജീസസ്. അപ്പോൾ ഈ പ്രെയർ എന്താണ്? എൻ്റെ ലൈഫിനകത്ത് കോൺസെൻട്രേഷൻ ഞാൻ ഡെവലപ്പ് ചെയ്തത് ഈ പ്രെയറിലൂടെയാണ്. കാരണം ഈ പ്രെയർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്. ഇമാജിൻ ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ബിൽഡാകും. ഹല്ലേലൂയ. സോ ഈ 2 താക്കോലുകൾ ഇന്ന് ഈ പ്രെയർ ഞാൻ ഇവിടെ മെൻറ്ററിംഗ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണെങ്കിലും പബ്ലിക്കായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം, ഇനിയും വരാൻ പോകുന്ന നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ അവസാന നാളുകളിൽ ഒരു ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന വെസലായി മാറണമെങ്കിൽ, വി ഹാവ് ടു സീരിയസ്ലി അപ്രോച്ച് അവർ സ്പിരിച്വൽ ലൈഫ്. നമ്മൾ അല്പം കൂടെ സീരിയസ് ആയിട്ട് ആത്മീയതയെ നമ്മൾ എടുത്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എല്ലാവർക്കും ചിലപ്പോൾ ഈ പ്രാർത്ഥനയൊന്നും ഇഷ്ടപ്പെടണമെന്ന് പോലും താല്പര്യമില്ല. എങ്കിലും എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ആവശ്യമുണ്ട്, നിങ്ങളെ യേശു കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഫൗണ്ടേഷൻസ്. ആ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യണം, സ്പിരിറ്റിൻ്റെ കോൺഷ്യൻസ് ബിൽഡ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വളരെ വേഗം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലാണ് ആ പ്രാർത്ഥനയുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ പ്രാർത്ഥന മലയാളം മാത്രം അറിയാവുന്നവർ മലയാളത്തിലൂടെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താട്ടെ. ഈ ഇംഗ്ലീഷ് പ്രാർത്ഥന ഞാൻ ഇമെയിലിൽ ഗ്രൂപ്പായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ വേണമെങ്കിൽ ഞാൻ പുതിയതായിട്ട് ഒത്തിരി പേര് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഈ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് ഇമെയിലായിട്ട് അയക്കാം. ഇനി നിങ്ങൾ ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പ്രാർത്ഥന കൊടുത്താട്ടെ. ഇംഗ്ലീഷിലാണ് ഞാൻ ഇവിടെ ആ പ്രാർത്ഥന എഴുതിയിരിക്കുന്നതെങ്കിലും അത് നിങ്ങൾക്ക് മലയാളത്തിൽ അത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി ഇംഗ്ലീഷ് അറിയാത്തവർ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രയറാണ്. അവിടെ പറയുകയാണ് ശരിക്കും. അപ്പം പറഞ്ഞ് സ്റ്റേജ് 1, സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 അല്ലേ? ഈ പ്രാർത്ഥനയ്ക്ക് 3 സ്റ്റേജുകളുണ്ട്. ആദ്യം എന്താണ്? ലീഗലി കമ്മിങ് ബിഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ്. രണ്ടാമതാണ് ആ രക്തം എടുക്കുക, പിന്നെ ആ രക്തം നമ്മൾ തളിക്കുക. ഒന്നാമത് ഇങ്ങനെയാണ്: മൈ പ്രഷ്യസ്
gracious and loving Father, in the name of Lord Jesus Christ and through the blood of Lord Jesus Christ, I come before your holy presence in heaven. അപ്പോൾ സ്വർഗീയ തലങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആക്സസ് കിട്ടണമെങ്കിൽ നിയമപരമായിട്ട് വേണം നമ്മൾ പ്രവേശിക്കാൻ. സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ലീഗൽ സിസ്റ്റമാണ്. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനം ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞ് മാനിഫെസ്റ്റഡ് ആയി. സോ അവിടെ ലൂസിഫർ നേരിട്ട് വന്ന ആ പെൺകുട്ടിയിൽ. ഹല്ലേലൂയ. സോ ആ കുട്ടി ഭയങ്കര വയലൻ്റായിട്ട് 5-6 പേര് ചുമന്നുകൊണ്ടാണ് ശരിക്കും ഏറ്റവും അവസാനം ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്താണ് ഇതിങ്ങനെ വരുന്നത്. സോ ആ കൊച്ചിനെ നോക്കിയ സമയത്ത് തന്നെ ഐ നോ ദാറ്റ് ടുഡേ ഈസ് നോട്ട് ദ വാർഫെയർ. ഇന്ന് യുദ്ധം ചെയ്യേണ്ട ദിവസമല്ല, ആ സ്പിരിറ്റിനോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ദിവസമല്ല ശരിക്കും. ഹല്ലേലൂയ. സോ അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് കിട്ടണം, അങ്ങനെയുള്ള മിസ്റ്ററികൾ നമ്മൾ കിട്ടണം. അപ്പം അതൊരു സ്പിരിച്വൽ ലോ ആണ്. അപ്പോൾ സ്പിരിറ്റ് വേൾഡ് വർക്ക് ചെയ്യുന്നത്, ആദർശ ആത്മീയ ലോകം വർക്ക് ചെയ്യുന്നതിന് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഹല്ലേലൂയ. അതിന് പ്രോട്ടോക്കോൾസ് ഉണ്ട്, അതിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്നലെ സ്വർഗം നിശ്ചയിച്ച ദിവസമല്ല. ഇപ്പോൾ സ്വർഗം നിശ്ചയിക്കാത്തൊരു ദിവസത്തിൽ ഞാൻ പോയി വാർഫെയർ ചെയ്താൽ ഞാൻ വല്ല രോഗിയാവും, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. തൃശ്ശൂരിലെ മീറ്റിങ്ങും നടക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഡിസേൺ ചെയ്യണം, ഈസ് ദിസ് ദ ഡേ ഐ ഹാവ് ടു ഡു ദ വാർഫെയർ. കാരണം ഒരു യുദ്ധം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ആത്മീയ ആയുധങ്ങൾ ലഭിക്കണം, സ്വർഗത്തിൻ്റെ പെർമിഷൻ ഉണ്ടാകണം, സ്വർഗീയ ദൂതന്മാർ വരണം. ഇതെല്ലാം നിയമപരമായിട്ടാണ് സംഭവിക്കുന്നത്. അതാണ് ഒരു ശുശ്രൂഷകന് ഏറ്റവും വേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഡിസേൺമെൻ്റ് ആണ്. ഹല്ലേലൂയ. ഡിസേൺമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഡിസേൺ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? സ്വർഗം നമ്മുടെ കൂടെ ഉണ്ടോ? സ്വർഗം പറയുന്നുണ്ടോ ഒരു കാര്യം ചെയ്യാൻ? അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മാത്രമേ സ്വർഗത്തിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ രക്തവും നമ്മൾ എടുക്കുമ്പോൾ എന്താണ്? നിയമപരമായിട്ട് വരണം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പറഞ്ഞത് യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും പിതാവെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അതാണ് പിതാവിൻ്റെ സന്നിധിയിൽ നിയമപരമായി ഒരു മനുഷ്യന് കടന്നു ചെല്ലാനുള്ള മാർഗം. നിങ്ങളിപ്പോൾ എപ്പോഴും എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ വരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനത് പ്രാർത്ഥിക്കുന്നത്? എനിക്കറിയാം പിതാവിൻ്റെ സന്നിധിയിൽ നിയമപരമായി പ്രവേശിക്കാനുള്ള മാർഗം എന്താണ്? യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം. അതെനിക്ക് നിയമപരമായ ആക്സസ് ലഭിക്കുകയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ. ഹല്ലേലൂയ. അപ്പം സ്വർഗീയ തലങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രോട്ടോക്കോൾസ് ആദയ, റൂൾസ് ആദയ, ആ റൂൾസ് നമ്മൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്താൽ എല്ലാ സ്പിരിച്വൽ സിസ്റ്റവും, ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റവും നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാനിടയാവും. അപ്പോൾ ഈ പ്രയറിലും എങ്ങനെയാണ് നമ്മൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്? എങ്ങനെയാണ്? യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തമുഖാന്തരം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറയണം ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അത് ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിരിക്കുന്നെങ്കിലും അതിന് മലയാളം നമ്മൾ പറയണം. യേശുക്രിസ്തു തൻ്റെ ശരീരമാകുന്ന വിധിയിലൂടെ സജീവവും സനാതനവുമായ ഒരു പാത നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി യേശു കർത്താവ് തൻ്റെ ശരീരമാകുന്ന വിധിയിലൂടെ നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. അത് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം പറയുന്നത്. ഇതും എന്താണ്? നിയമപരമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അപ്പം ആദ്യം യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും പിതാവിൻ്റെ സന്നിധിയിലേക്ക് നിയമപരമായിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും പറയുകയാണ്, യേശു കർത്താവ് തൻ്റെ ശരീരമാകുന്ന വിധിയിലൂടെ എനിക്ക് നിങ്ങൾക്കും ഒരു പുതിയ പാത തുറന്നു തന്നിരിക്കുന്നു. അപ്പോൾ എനിക്കിപ്പോൾ നിയമപരമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. യേശുവിൻ്റെ രക്തം ആക്സസ് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ അത് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം എന്താണ്? നിയമപരമായ അവകാശമാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് എനിക്ക് തുറന്നു തന്നൊരു പാതയുണ്ട്. അതിലൂടെ ഞാൻ പ്രവേശിച്ചെന്താണ്? നൗ ഐ എൻ്റർ ഇൻ ടു ദ മോസ്റ്റ് ഹോളി പ്ലേസ്. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച്, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ ഞാൻ ആ യേശുവിൻ്റെ രക്തം എടുക്കുന്നു, ആക്സസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഇപ്പം ജലം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ. നിങ്ങൾ പലപ്പോഴും ഡെലിവറി ശുശ്രൂഷിക്കാത്ത ഞാൻ ജലവും ഓയിലും ഒക്കെ പ്രാർത്ഥിച്ച് അനോയിൻ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശരിക്കും നിയമപരമായിട്ട് കയറുവാണ്. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, പെർമിഷൻ എടുത്തു. ഇനി എന്താണ്? ഹെബ്രായ ലേഖനം 10-19 നിയമപരമായ അവകാശമാണ്. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. ഇനി എങ്ങനെയാണ് അത് എടുക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ എടുക്കണം. അത് ഒന്നാമത്തെ സ്റ്റേജാണ്. അപ്പം എൻ്റെ ശുശ്രൂഷയുടെ തലത്തിൽ എനിക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ആ രക്തം എടുക്കുന്ന സമയത്ത് ദുരാത്മാക്കൾ പറയും, നിൻ്റെ കയ്യിൽ യേശുവിൻ്റെ രക്തം ഇരിക്കുന്നു എന്ന് പറയും. കാരണം ഐ ഹാവ് ദ അതോറിറ്റി. ഇപ്പോൾ എനിക്ക് ആ റാങ്ക് ഉണ്ട്. എന്താണ്? അത് ആക്സസ് ചെയ്യാനുള്ള റാങ്ക് ഉണ്ട്. അതിനുള്ള പെർമിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും കിട്ടും. നിങ്ങളുടെ ആത്മീയ തലങ്ങളിൽ നിങ്ങൾ ഉയരുമ്പോൾ. അതിനാണ് ശരിക്കും ഈ റെവലേഷൻസ് ആഫ്റ്റർ റെവലേഷൻസ്, വെളിപ്പാടുകൾ ഇങ്ങനെ കൊണ്ട് നിങ്ങളെ ഞാൻ നിറയ്ക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. നിങ്ങളുടെ സ്പിരിച്വൽ റാങ്ക് ഉയരും. വെളിപ്പാടാണ് ശരിക്കും സ്പിരിച്വൽ റാങ്ക് കൂട്ടുന്നത്. നിങ്ങളുടെ അതോറിറ്റിയും പവറും കൂട്ടുന്നതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെളിപ്പാടാണ്, റെവലേഷൻസ് ആണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അത് യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം. പിന്നെ ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 19-ാം വാക്യപ്രകാരം നിയമപരമായ അവകാശം കിട്ടുവാണ് പരിശുദ്ധാത്മാവിലൂടെ, ത്രൂ ദ ഇറ്റേണൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. നിത്യാത്മാവ് മുഖാന്തരം സമർപ്പിക്കപ്പെട്ട രക്തം എങ്ങനെയാണ്? നിത്യാത്മാവിലൂടെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ആ രക്തം ആക്സസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വ്യത്യസ്ത അവയവങ്ങളെ ആ രക്തം കൊണ്ട് കഴുകണം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് അത് തളിക്കും. വണ്ടർഫുൾ ജീസസ്. ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആ പരിശുദ്ധാത്മാവ് തളിക്കും എന്ന ബ്രദറിന് എന്താ ഉറപ്പ്?
അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ദൈവവചനം പറഞ്ഞ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ആത്മാവിലേക്ക് നിറഞ്ഞു. എൻ്റെ ചോദ്യം ഇതാണ്, ആ നിറഞ്ഞത് നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ആ വ്യക്തിയുടെ ആത്മാവിനെ കഴുകി വെണ്മയുള്ളതാക്കി മാറ്റി. ഇതാണ് ഒരു രക്ഷ പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ കണ്ടോ യേശുവിൻ്റെ രക്തം വന്ന് നിങ്ങളുടെ ആത്മാവിനെ കഴുകിയത്? ഹല്ലേലൂയ. ചില ആൾക്കാർ വാദിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ വന്നോ യേശുവിൻ്റെ രക്തം? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്തെ, യേശുവിലേക്ക് വന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി. നിങ്ങൾ കണ്ടോ അത്? ഹല്ലേലൂയ. നീതിയുടെ വസ്ത്രം നിങ്ങളെ ധരിപ്പിച്ചു എന്ന ദൈവവചനം പറയുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ ആത്മാവിൽ നീതിയുടെ വസ്ത്രം, സാൽവേഷൻ, ഗാർമെൻറ്റ് ഓഫ് സാൽവേഷൻ ധരിച്ചത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിലേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ ആത്മാവിനെ പുതിയ സൃഷ്ടിയാക്കിയത് നിങ്ങൾ കണ്ടോ? ഇല്ല. അതെങ്ങനെ സംഭവിച്ചത്? വിശ്വാസം മുഖാന്തരമാണ് ഞാൻ അറിയുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദ ഫെയ്ത്ത് ഐ നോ ദറ്റ് ഐ ആം സേവ്ഡ്. യേശു എന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നു. യേശുവിൻ്റെ രക്തം എന്നെ കഴുകി. ഹല്ലേലൂയ. ഗാർമെൻറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശിരോവസ്ത്രം എന്നെ അണിയിച്ചു. ഇതെല്ലാം എങ്ങനെയാണ്? വിശ്വാസത്താലാണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട ദൈവമക്കൾ, യേശുവിൻ്റെ രക്തം എടുത്ത് കഴുകുമ്പോൾ വിശ്വാസത്താൽ അത് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഹാപ്പനിങ് ഫോർ യു. ഹല്ലേലൂയ. നിങ്ങൾക്കത് സംഭവിക്കുക തന്നെ ചെയ്യും. വണ്ടർഫുൾ. നിങ്ങളുടെ ആത്മാവിലും ദേഹിയിലും ഒക്കെ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് എടുക്കണം, ആക്സസ് ചെയ്യണം. എന്നിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആ മെയിൻ താക്കോല് മറന്നു പോലെ നമ്മൾ ഈ പ്രേയറിലൂടെ നിങ്ങളുടെ അടുത്ത സ്പിരിച്വൽ ലെവലിനെ ഞാൻ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ ഇനി പ്രവചനങ്ങളുടെ ട്രെയിനിങ് എങ്ങനെയാണ് പ്രൊഫസൈ ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ മെൻറ്ററിംഗ് ക്ലാസ് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ആയി പോയി. നമ്മുടെ മെൻറ്ററിംഗ് ക്ലാസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒന്ന് കഴിഞ്ഞോട്ടെ. ആ ഫിസിക്കൽ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞ് ഞാൻ ഐ എം ഓൾസോ പ്രിപ്പയറിംഗ് മെൻറ്ററിംഗ് ക്ലാസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മെൻറ്ററിംഗ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് പ്രൊഫസൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതായത് ദർശനങ്ങൾ എങ്ങനെ കാണുന്നു, ദർശനങ്ങൾ എങ്ങനെ ഡിസേൺ ചെയ്യുന്നു, അതാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മെൻറ്ററിംഗ് ക്ലാസ്സിന് വേണ്ടി റെഡി ആയിട്ടിരിക്കണം. എൻ്റെ സമയത്തിനകത്ത് എനിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആമേൻ. അപ്പോൾ ഈ വിഷൻസ് കാണണമെങ്കിൽ, ദർശനങ്ങൾ കാണണമെങ്കിൽ, പ്രവചനങ്ങൾ കാണണമെങ്കിൽ എന്താണ്? അതിന് നമ്മുടെ ഇമാജിനേഷൻ ക്ലിയർ ആകണം. അതിനെ ഈ പ്രേരണത്ത് ഇമാജിൻ ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള കാര്യം. ഹല്ലേലൂയ. സോ ദ കീ, ഏറ്റവും വലിയ താക്കോൽ എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനേഷൻ, ഭാവനയിൽ കൊണ്ടുവരണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? ഭാവനയെ ആക്ടിവേറ്റ് ചെയ്യണം, ഇമാജിനേഷൻ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദർശനം കാണുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാകും. ഓ വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി എന്താണ് നമ്മൾ പഠിപ്പിച്ചു? ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ ഓർഗൻസ് എന്താണ്? ആ സ്പിരിച്വൽ ഓർഗൻസിനെ എല്ലാം എന്താണ്? യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. പറയണം, ഐ വാഷ് മൈ സ്പിരിച്വൽ ഹെഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ മലയാളം വേർഷൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ ആത്മാവിൻ്റെ ശിരസിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ കഴുകുന്നു എന്നതിനെ നിങ്ങൾക്ക് മലയാളത്തിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ആത്മാവിൻ്റെ അവയവമായ നോളജിനെ, അറിവിനെ ഞാൻ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു. അപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ശിരസിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ചുമ്മാ അതരവ്യായാമം അല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അല്ല, ഇതിൻ്റെ ഗുഡൻസ്, ഇതിൻ്റെ സീക്രട്ട് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ഇമാജിനേഷൻ. ഭാവനയിൽ കൊണ്ടുവരണം. അതായത് മൈ സ്പിരിച്വൽ ഹെഡ് ഈസ് നൗ സ്പ്രിങ്കിൾഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തം എൻ്റെ ആത്മാവിൻ്റെ ശിരസിനെ കഴുകുന്നു എന്ന ആ ഭാവന ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസെൻട്രേഷൻ വരും, ഭാവനയും ക്ലെൻസ് ആകും, പ്യൂരിഫൈ ആകും, അതും ക്ലിയർ ആകും ശരിക്കും. അതുപോലെ തന്നെ സ്പിരിറ്റിൻ്റെ നോളജിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു, സ്പിരിറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു, സ്പിരിറ്റിൻ്റെ മെമ്മറിയെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു, സ്പിരിറ്റിൻ്റെ കോൺഷ്യൻസിനെ ഹല്ലേലൂയ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു. ഈ അവയവങ്ങളുടെ ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ ദയവ് ചെയ്ത് ഇതിൻ്റെ പാർട്ട് 1, 2, 3, 4, 5 അത്രയും കേട്ടിട്ട് മാത്രം വീണ്ടും വന്ന് ഈ പാർട്ട് 6 നിങ്ങൾ കേൾക്കുമ്പോൾ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് കൂടുതലൂടെ മനസ്സിലാവും. പിന്നെന്താണ്? ആത്മാവിൻ്റെ ഫോർഹെഡ് ഉണ്ട്, അതിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. ആത്മാവിൻ്റെ കണ്ണുകളെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. ആത്മാവിൻ്റെ ചെവികളെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. അപ്പോൾ കണ്ണുകളെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുക എന്ന് പറയുമ്പോൾ ആ കണ്ണുകളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നത് ഭാവനയിൽ കൊണ്ടുവരണം, ഇമാജിനേഷനിൽ കൊണ്ടുവരണം. ഓ വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. ചെവികൾ കഴുകുമ്പോൾ ചെവികളിലേക്ക് യേശുവിൻ്റെ രക്തം തളിക്കപ്പെടുന്നത് ഭാവനയിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. നാവിലേക്ക് യേശുവിൻ്റെ രക്തം തളിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാവന എന്താണ്? ക്ലെൻസ് ആവും, ഇമാജിനേഷൻ ക്ലിയർ ആകും, അൺക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാറും. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് ദർശനം വരുമ്പോൾ ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം തെങ്ങ് കണ്ടിട്ട് മാവാന്ന് പ്രവചിക്കും. ഹല്ലേലൂയ. പട്ടിയെ കണ്ടിട്ട് പൂച്ചയാന്ന് പ്രവചിക്കും. ഹല്ലേലൂയ. പല 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 കാര്യങ്ങളും നമുക്ക് ക്ലാരിറ്റി കിട്ടാത്തതിൻ്റെ കാര്യം എന്താണ്? ദ കോൺസെൻട്രേഷൻ ഈസ് നോട്ട് ദെയർ. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ സ്പിരിറ്റിൽ. ആ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇമാജിനേഷൻ വരണം എന്ന് ഞാൻ പറയാനുള്ള കാരണം. സോ നമ്മുടെ ഓരോ ആത്മാവിൻ്റെ കൈകൾ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം, ആത്മാവിൻ്റെ കാലുകൾ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം, ആത്മാവിൻ്റെ ശരീരം, നിങ്ങളുടെ ആത്മാവിനൊരു ശരീരമുണ്ട്, അത് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം, ആത്മാവിൻ്റെ വസ്ത്രങ്ങളുണ്ട്, അത് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. അപ്പോൾ നമുക്കൊരു കോൺഷ്യൻസ് കിട്ടുവാണ് അല്ലേ?
നമ്മുടെ ആത്മാവിനെക്കുറിച്ചൊരു ബോധം കിട്ടുകയാണ്. ശരിക്കും ഞാൻ ആത്മീയനാണെന്നുള്ള അറിവ് കിട്ടുകയാണ്. അതിനെ ഞാൻ ഈ ഗാർമെൻറ്റ്സ്, കിരീടങ്ങൾ, ക്രൗൺസിനെ കഴുകണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം, ഓർണമെൻറ്റ്സ്. അപ്പോൾ നമുക്കൊരു ബോധം കിട്ടുകയാണ്, എൻ്റെ ആത്മാവിൽ കിരീടങ്ങളുണ്ട്, എൻ്റെ ആത്മാവിൽ ഓർണമെൻറ്റ്സ് ഉണ്ട്, എൻ്റെ ആത്മാവിൽ എനിക്ക് വെപ്പൺസ് ഉണ്ട്. അതിനെല്ലാം യേശുവിൻ്റെ രക്തം തളിച്ച് കഴുകുമ്പോൾ എൻ്റെ ദേഹിയെ ഞാൻ പഠിപ്പിക്കുകയാണ് എൻ്റെ ആത്മാവിൽ എന്തൊക്കെയുണ്ടെന്ന്. അതിനെയാണ് ഈ സ്പിരിറ്റ് കോൺഷ്യൻസ് എന്ന് പറയുന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എത്രമാത്രം ആ സ്പിരിറ്റ് മാൻ അലൈവാണോ, എൻ്റെ ആത്മാവ് എത്രമാത്രം ആക്റ്റീവാണോ, അത്ര കണ്ട് എനിക്ക് ഹോളി സ്പിരിറ്റിനാൽ മൂവ് ചെയ്യാൻ സാധിക്കും. വണ്ടർഫുൾ. ഞാനിത് പറയുമ്പോൾ തന്നെ പല വ്യക്തികൾ ഇത് ഒപ്പിയെടുക്കുന്നുണ്ട്. എനിക്കറിയാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് ഞാൻ പറയുന്ന ആശയത്തെ വലിച്ചു കയറ്റുകയാണ് ഈ സമയത്ത്. കാരണം സമയമില്ല നമുക്കധികം. വി ഡോണ്ട് ഹാവ് ടൈം. നമുക്ക് ക്വിക്ക്ലി മൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം റിവൈവൽ ഈസ് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ. അതിനുവേണ്ടി കർത്താവിൻ്റെ മക്കൾ ഒരുക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നിങ്ങളെ ഇതെല്ലാം ഒന്ന് പഠിപ്പിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ അടുത്ത തലങ്ങളിലോട്ട് മൂവ് ചെയ്യാൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ച് അത്യാവശ്യം മലയാളം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്ന് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് ഇംഗ്ലീഷിലോട്ട് മൂവ് ചെയ്യാൻ. ഹല്ലേലൂയ. സോ ദയവ് ഇത് നിങ്ങൾ വേഗം പഠിക്കണേ. ഞാൻ ഇനിയും അടുത്ത ഈ മെൻറ്ററിംഗ് ക്ലാസ്സിനകത്ത് ഈ പ്രൊഫറ്റിക്കൽ ട്രെയിനിങ് ആണ്. ഹൗ ടു പ്രൊഫസൈ, എങ്ങനെയാണ് നമ്മൾ വിഷൻസ് കണ്ടിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ കൊല്ലത്തുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ദിവസം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഐസ് ഓപ്പൺ ചെയ്യുകയാണ്. ഐസ് ഓപ്പൺ ചെയ്തിട്ട് കർത്താവ് ഒരു ദർശനം കാണിക്കുകയാണ്. അപ്പോൾ ആ ദർശനം കാണിക്കുന്ന സമയത്ത് ഞാൻ കാണുകയാണ് അവിടെ ഇരിക്കുന്ന എല്ലാ മക്കളുടെയും അരികിൽ യേശു കർത്താവ് ഒരു ചെറിയ ബാസ്ക്കറ്റിനകത്ത് ഇനി കുറച്ച് ഓറഞ്ചുകൾ നിറച്ചിട്ട് ആ ബാസ്ക്കറ്റുകൾ എല്ലാവർക്കും കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതൊരു ദർശനമാണല്ലേ. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഞാൻ ബാസ്ക്കറ്റ് കണ്ടു, യേശുവിനെയും കണ്ടു, ഓറഞ്ച് കണ്ടില്ലെങ്കിലോ എന്താ അതിൻ്റെ അർത്ഥം എന്താ, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കാരണം ഒരു ദർശനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. ബാസ്ക്കറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യേശു ഉണ്ട്. യേശു എല്ലാവർക്കും കൊടുക്കുന്നു. അതാ ദർശനം. അപ്പോൾ ആ ഓറഞ്ചിനൊരു അർത്ഥമുണ്ട്, ആ ഓറഞ്ചിനൊരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. അതാണ് അതിൻ്റെ കീ. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഷാർപ്പ് അല്ലെങ്കിൽ, നിങ്ങളുടെ ആത്മാവ് ഷാർപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത്. കർത്താവ് പറഞ്ഞു ആ കോൺഫറൻസിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും എന്തുണ്ട്? സക്സസ്, പ്രോസ്പെരിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. യേശുവിൻ്റെ കൂടെ പുതിയൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു വിജയിക്കുന്ന ഒരു അഭിഷേകം, ഹല്ലേലൂയ, ഒരു അഭിവൃദ്ധിയുടെ ഒരു അഭിഷേകം കർത്താവ് എല്ലാ മക്കൾക്കും കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ദർശനങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ അത് മനസ്സിലാക്കണമെങ്കിൽ സ്പിരിറ്റ് മാൻ മസ്റ്റ് ബി ആക്റ്റീവ്. ആത്മാവ് ഭയങ്കര ആക്റ്റീവായിരിക്കണം. സോ ഇറ്റ്സ് വെരി ക്ലിയർ, കൺഫ്യൂഷനൊന്നുമില്ല. ഹല്ലേലൂയ. സോ ഇപ്പം പ്രവചനങ്ങൾക്ക് പല തലങ്ങളുണ്ട്. ഇപ്പോൾ പ്രവചനങ്ങൾക്കകത്ത് ദർശനങ്ങളുണ്ട്, വേർഡ് ഓഫ് നോളജ് ഉണ്ട്. ഇപ്പോൾ വേർഡ് ഓഫ് നോളജ് വരുമ്പോഴേ നമ്മൾ പേര് അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് അത് എന്തായാലും മെൻറ്ററിംഗ് ക്ലാസ്സിനകത്ത് നമുക്ക് പഠിക്കാം. അതോടൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് വേണം എനിക്ക് ഇംഗ്ലീഷിലോട്ട് സ്വിച്ച് ചെയ്യാൻ. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾ അറിയാവുന്നവരൊക്കെ ഈ മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ ഉള്ളവരെ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വരുന്ന മാസങ്ങളിൽ നമുക്ക് പ്രൊഫറ്റിക്കൽ, നമ്മൾ ഡെലിവറൻസിൻ്റെ കുറേ മെൻറ്ററിംഗ് ക്ലാസ്സുകൾ ചെയ്തിരുന്നു. കുറേ ആൾക്കാർക്ക് അത് മിസ്സായി. 2022 നമ്മളത് ചെയ്തിരുന്നു. 2023 ഏകദേശം ജൂൺ മാസം വരെ നമ്മളത് ചെയ്തിരുന്നു. കുറേ 10, 35, 40ഓളം ക്ലാസ്സുകൾ നമ്മൾ ആ മെൻറ്ററിംഗ് ക്ലാസ് സൂമിലൂടെ എടുത്തിരുന്നു. പുതിയ ആൾക്കാർക്ക് അത് മിസ്സായി. സാരമില്ല, നമ്മൾ ട്രെയിനിങ്ങുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ കോൺഫറൻസുകൾ ഉണ്ടാകും. ആ കോൺഫറൻസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താട്ടെ. ഹല്ലേലൂയ. ആ കോൺഫറൻസിനകത്തോട്ട് ഡെലിവറൻസുകൾ നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. പക്ഷേ ഡെലിവറൻസ് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഈ വിഷൻസ്, ദർശനങ്ങൾ കാണുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചില സമയത്ത് ചില സ്പിരിറ്റുകളോട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇതെന്താണ്, ഇതിൻ്റെ കാരണം എന്താണ്? വിച്ച് ക്രാഫ്റ്റ് ആണോ, സെക്ഷുവൽ സിനാണോ, അല്ലെങ്കിൽ ആൻസെസ്ട്രൽ കേഴ്സസ് ആണോ, ഇനി വേറെ എന്തെങ്കിലും ഉടമ്പടികളാണോ? ഒരു ബേസിക് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടണമെങ്കിൽ ആദ്യം എന്താണ്? ഒരു പ്രൊഫറ്റിക്കൽ ട്രെയിനിങ് വരണം. ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്താട്ടെ, അനേകരോട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങളിൽ മാത്രമായിട്ട് നിങ്ങൾ ഒതുക്കി വെക്കല്ലേ. ഈ 2-3 മാസം മുമ്പേ ഞാനിത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയാണ്. സോ കുറച്ച് ആൾക്കാരോട് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ പറയണം. നമ്മൾ മെൻറ്ററിംഗ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഫറ്റിക്കൽ ട്രെയിനിങ് ആദ്യം ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിൻ്റെ ഇമ്പാർട്ടേഷൻസുകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മിനിസ്ട്രിയുടെ ആക്ടിവിറ്റികളോട് കണക്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ദേഹിയുടെ വ്യത്യസ്ത അവയവങ്ങളെ എന്ത് ചെയ്യണം? നമ്മൾ വാഷ് ചെയ്യണം. അവിടെ ഇമാജിനേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ദേഹിയുടെ വ്യത്യസ്ത അവയവങ്ങൾ എന്താണ്? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിനകത്ത് വ്യത്യസ്ത പാപമേഖലകൾക്കകത്ത് ഞാൻ പ്രത്യേകിച്ച് പോണോഗ്രാഫി പോലുള്ള കാര്യങ്ങൾക്കകത്ത് ഒത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു. സോ മെനി പിക്ചേഴ്സ്, ഈ അശുദ്ധ പിക്ചറുകളെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് ഈ വീണ്ടും ജനിച്ചതിന് ശേഷം ഈ ദർശനങ്ങൾ കാണുവാനൊക്കെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദർശനവും എൻ്റെ ഈ മനസ്സിൽ കിടക്കുന്ന അശുദ്ധവും തമ്മിൽ മിക്സാകും. ഹല്ലേലൂയ. അപ്പോൾ അതെൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത് ഞാൻ ഫേസ് ചെയ്തൊരു വലിയ ചലഞ്ചായിരുന്നു ശരിക്കും. കാരണം ഈ പോണോഗ്രാഫി കാണുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം എന്താണ്? ഒരു പിക്ചറായിട്ട് നമ്മുടെ മൈൻഡിൽ, കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലും സ്റ്റോർ ചെയ്യപ്പെടും. അത് ശേഖരിച്ചു വെക്കും. അത് ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ സംസാരിച്ചു, പക്ഷേ അത് നമ്മൾ വിവേചിക്കുന്നതും മനസ്സിലാക്കുന്നതും എവിടെയാണ്? ദേഹിയിലാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദേഹിയിലാണ് എന്തിരിക്കുന്നത്? മൈൻഡ് ഇരിക്കുന്നത്.
ഹല്ലേലൂയ. അപ്പോൾ ഈ പിക്ചറും നമ്മുടെ മനസ്സിലിരിക്കുന്ന അശുദ്ധ പിക്ചറും തമ്മിൽ മിക്സ് ആവും. അതുകൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ കാര്യം. അതുകൊണ്ട് നമ്മൾ ദേഹിയെ എന്ത് ചെയ്യണം? യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി വിശദീകരിക്കണം. കോൺഷ്യസ് മൈൻഡിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു, സബ് കോൺഷ്യസ് മൈൻഡിനെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ആ അശുദ്ധ പടങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഹല്ലേലൂയ. എൻ്റെ മനസ്സ് വിശുദ്ധീകരിക്കപ്പെട്ടു. ഇപ്പം ഞാൻ ചിന്തിച്ചാൽ പോലും ആ അശുദ്ധ പടങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. കാരണം അത് യേശുവിൻ്റെ രക്തം കൊണ്ട് സ്ഥിരമായിട്ട് കഴുകി എന്താണ് എൻ്റെ മനസ്സിനകത്ത് സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്തേക്കുവാണ്. ഇപ്പം കോൺഷ്യസ് മൈൻഡിനകത്ത് സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്തേക്കുവാണ്. സബ് കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സിനകത്ത് യേശുവിൻ്റെ രക്തം കഴുകി കളിച്ച് ആ സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പടം പോലും പിന്നെ ഓർമ്മ വരത്തില്ല. അല്ലെങ്കിൽ എന്നെ കാണുന്ന അനേകം സഹോദരിമാരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ദേഹിയിലേക്ക് തളിച്ച് കഴുകുമ്പോൾ ശുദ്ധീകരിക്കപ്പെടും. ആ ദേഹി മനസ്സ് ശുദ്ധീകരിക്കപ്പെടും, ക്ലിയർ ആകും. അല്ലെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പിക്ചർ നന്നായിട്ട് നമുക്ക് കാണാനുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ ഇടയാകും. അതോടൊപ്പം തന്നെ വില്ല്, നമ്മുടെ തീരുമാനമെടുക്കുന്ന മേഖലകൾ, ഇമോഷൻസ്. എൻ്റെ മെയിനായിട്ട് എൻ്റെ ആങ്കർ മാറിപ്പോയത്, ഭയങ്കര ദേഷ്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലെങ്കിൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ആങ്കറാണ്. അപ്പോൾ എൻ്റെ ആങ്കറെ ഞാൻ കൺട്രോൾ ചെയ്തത് ഈ രക്തം തളിച്ചുള്ള പ്രാർത്ഥന മുഖാന്തരമാണ്. യേശുവിൻ്റെ രക്തം തളിച്ച് എൻ്റെ ഇമോഷൻസ്, ഹല്ലേലൂയ, എൻ്റെ ഇമോഷൻസിനെ യേശുവിൻ്റെ രക്തം തളിച്ച് ഞാൻ കഴുകുന്നു. അങ്ങനെ കഴുകിയാണ് ശരിക്കും ആങ്കറിൻ്റെ പവർ കുറഞ്ഞത്. ദേഷ്യപ്പെടുന്ന ആ ഒരു സ്വഭാവത്തിൻ്റെ ശക്തി എന്നിൽ കുറഞ്ഞു വന്നത് യേശുവിൻ്റെ രക്തം തളിച്ചുള്ള പ്രാർത്ഥന മുഖാന്തരമാണ്. ആമേൻ. പേഴ്സണാലിറ്റിയെ കഴുകണം. ഹല്ലേലൂയ. ഇപ്പോൾ ചില വ്യക്തികൾക്കറിയാം ഇൻവേർഡ് പേഴ്സണാലിറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് സ്പോക്കൺ അല്ല. ഇപ്പോൾ ഒരു ക്രൗഡിൻ്റെ അടുക്ക് വരുമ്പോൾ അവർക്ക് ശരിക്കും ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ശുശ്രൂഷകരാകുമ്പോൾ നമുക്ക് വ്യക്തികളോട് ഇടപെടേണ്ടി വരും, ദൈവത്തിൻ്റെ മക്കളോട് ഇടപെടേണ്ടി വരും. അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള പല കുറവുകളും പരിഹരിക്കപ്പെട്ടത് ഈ യേശുവിൻ്റെ രക്തം തളിച്ചുള്ള പ്രാർത്ഥന മുഖാന്തരമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ 2-3 പേര് നിൽക്കുമ്പോൾ ഇപ്പം നമുക്ക് ഇപ്പം ശുശ്രൂഷ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഡെലിവറൻസ് മിനിസ്റ്റർ ആകുമ്പോൾ നമുക്ക് വ്യക്തികളെ നോക്കി വേണം ശുശ്രൂഷ ചെയ്യാൻ, അല്ലേ? ചില വ്യക്തികൾക്ക് ശുശ്രൂഷ ചെയ്യാൻ നേരം ദേ കനോട്ട് ഫേസ് ഈവൻ പീപ്പിൾ. അവർക്ക് വ്യക്തികളെ നോക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അതിന് കാരണം എന്താണ്? ആ പേഴ്സണാലിറ്റിയുടെ കുഴപ്പമാണ് ശരിക്കും. അപ്പോൾ യേശുവിൻ്റെ രക്തം തളിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ വിശുദ്ധീകരിക്കണം, കഴുകണം, അതിനെ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പം നേർക്ക് നേർ നിന്ന് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന സമയത്ത് എനിക്ക് കണ്ണടച്ചാണ് ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. കണ്ണ് തുറന്നു പിടിച്ച് നോക്കി വേണം ശുശ്രൂഷിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. ഇനി അടുത്ത കാര്യം നമ്മുടെ സ്വഭാവം, ക്യാരക്ടറിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. നമ്മുടെ മെമ്മറിയെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. ഈ മെമ്മറിയെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുമ്പോഴാണ് മൈൻഡ് ബ്ലൈൻഡിങ് ആൻഡ് മൈൻഡ് ബൈൻഡിങ് സ്പിരിറ്റ് വിട്ടുപോകുന്നത്. ഞാൻ ഇന്നലെ കൊല്ലത്തെ കോൺഫറൻസിനകത്ത് നമ്മളുടെ വ്യത്യാസങ്ങൾ പറഞ്ഞിരുന്നു. നമുക്ക് വ്യത്യസ്ത ക്ലാസ്. മൈൻഡ് ബൈൻഡിങ് സ്പിരിറ്റ് ഉണ്ട്, മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹോൾഡ് കുറയണമെങ്കിൽ യേശുവിൻ്റെ രക്തം നമ്മുടെ മെമ്മറിയിലേക്കും മൈൻഡിലേക്കും ഒക്കെ തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ശക്തി കുറയും. ഇമാജിനേഷൻ, ഭാവനകൾ, നമുക്കറിയാം നമ്മുടെ ഭാവനകൾ ഇങ്ങനെ പോവുകയാണല്ലേ, വല്ലാത്ത വഴികളിലൂടെയൊക്കെ ഭാവനകൾ പോകും. അപ്പോൾ അതിനെയൊക്കെ പിടിച്ച് നിർത്തണമെങ്കിൽ ഈ യേശുവിൻ്റെ രക്തം തളിച്ചുള്ള ആ പ്രാർത്ഥന, അതിൻ്റെ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യുമ്പം ഭാവനകളെ, ഇമാജിനേഷൻസിനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇറ്റ് ഈസ് ഓൾ ത്രൂ പ്രാക്ടീസ്. ആരെങ്കിലും ഈ ഒരു പ്രാർത്ഥന ചുമ്മാ ഒരു ദിവസം പ്രാർത്ഥിച്ചു, 5 ദിവസം പ്രാർത്ഥിച്ചു, ഞാൻ പറയുവാണ് കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ജിയോ ബ്രദർ കഴിഞ്ഞ 10-12 വർഷമായിട്ട് എല്ലാ ദിവസത്തിലും ഈ പ്രാർത്ഥന 2-3 പ്രാവശ്യം ചെയ്താണ് ശരിക്കും എൻ്റെ ആത്മജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം 1-2 ദിവസം പ്രാർത്ഥിച്ചു എന്നല്ല ശരിക്കും. ഇത് ഈസ് എ കോൺസ്റ്റൻറ്റ് പ്രേയർ. ഇത് പ്രിൻസിപ്പിളാണ് ശരിക്കും. നമ്മുടെ ഫാൻറ്റസികളെ നമ്മൾ കഴുകണം, നമ്മുടെ ചിന്തകളെ കഴുകണം. ഇതുപോലെ തന്നെ എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ വ്യത്യസ്ത അവയവങ്ങളെയും നമ്മൾ കഴുകണം. കാരണം ശരീരത്തിൻ്റെ വ്യത്യസ്ത അവയവങ്ങളിലാണ് ദുരാത്മാക്കൾ ഇരിക്കുന്നത്. യേശുവിൻ്റെ രക്തം തളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിക്ക്, ദുരാത്മാക്കളുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടൊരു സൈൻ കാണിക്കും. ഒന്നിലൊരു വേദന, അസ്വസ്ഥത, എന്തെങ്കിലും മൂവ് ചെയ്യുന്നു, യേശുവിൻ്റെ രക്തം തളിച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എൻ്റെ ശരീരത്തിൻ്റെ ശിരസിലേക്ക് യേശുവിൻ്റെ രക്തം തളിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ബ്രെയിനിലേക്ക് യേശുവിൻ്റെ രക്തം തളിക്കുന്നു, എൻ്റെ കണ്ണുകളിലേക്ക് യേശുവിൻ്റെ രക്തം തളിക്കുന്നു, എൻ്റെ ചെവികളിലേക്ക് യേശുവിൻ്റെ രക്തം തളിക്കുന്നു, എൻ്റെ നാവിലേക്ക് യേശുവിൻ്റെ രക്തം തളിക്കുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ വ്യത്യസ്ത അവയവങ്ങൾ, സ്റ്റൊമക്കിലേക്ക് യേശുവിൻ്റെ രക്തം തളിച്ച് നോക്കിക്കേ. അവിടെ ഏതെങ്കിലും സ്പിരിറ്റിലുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരും. വിശ്വാസത്താൽ ലങ്സിലേക്ക്, ഹാർട്ടിലേക്ക്, ലിവറിലേക്ക്, ഇവിടെ എല്ലാം ദുരാത്മാക്കൾക്ക് ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ അവയവങ്ങളെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുമ്പം എനിക്ക് എൻ്റെ സ്ട്രോങ് ഹോൾഡ് നന്നാക്കിയേ പറ്റത്തുള്ളൂ. കാരണം 1000-കണക്കിന് 10,000-കണക്കിന് ദുരാത്മാക്കളോട് നമ്മൾ യുദ്ധം ചെയ്യുന്നത്, അല്ലേ? സോ എൻ്റെ ലൈഫിനകത്ത് എന്തെങ്കിലും ഒരു ഗേറ്റ് വേ ഉണ്ടെങ്കിൽ ദേ വിൽ എൻ്റർ ഇൻ ടു മൈ ബോഡി. ഹല്ലേലൂയ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ ഈ പ്രാർത്ഥന പരിശീലിച്ചാട്ട കിഡ്നി, ബോൺസ്, ബ്ലഡ്. ഹല്ലേലൂയ. ഒരു ബ്രദർ എന്നോട് പറയാനിടയായി, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വിട്ടുപോയി. ഹല്ലേലൂയ. ചില വ്യക്തികളുടെ ഉദരസംബന്ധമായിട്ടുള്ള രോഗം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് വിട്ടുപോയി. യേശുവിൻ്റെ രക്തം തളിച്ച് ഓരോ അവയവങ്ങളെയും, എൻ്റെ കരൾ, എൻ്റെ ലിവറിനെ ഞാൻ യേശുവിൻ്റെ രക്തം തളിച്ച് കഴുകുന്നു, എൻ്റെ കിഡ്നികളെ യേശുവിൻ്റെ രക്തം തളിച്ച് വിശദീകരിക്കുന്നു, എൻ്റെ കാലുകളെ, കൈകളെ വിശദീകരിക്കുന്നു. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് എല്ലാ ദിവസത്തിലും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളറിയാതെ
ഒരു ദൈവിക സ്ട്രോങ് ഹോൾഡ് നിങ്ങളുടെ ആത്മാവിലും നിങ്ങളുടെ ദേഹിയിലും നിങ്ങളുടെ ശരീരത്തിലും ബിൽഡ് ചെയ്യാനിടയാകും. ഹല്ലേലൂയ. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അപ്പോൾ സ്പിരിറ്റ്, സോള്, ബോഡി, ഇതിൻ്റെ വ്യത്യസ്ത അവയവങ്ങൾ, അതിനെല്ലാം യേശുവിൻ്റെ രക്തം തളിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതൊരു ഡെയിലി ലൈഫിൻ്റെ പാർട്ടാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ സ്പിരിറ്റ് മാൻ ആക്റ്റീവ് ആകും, നിങ്ങളുടെ ദേഹി വിശദീകരിക്കപ്പെടും, നിങ്ങളുടെ ശരീരത്തിൽ ദുരാത്മാക്കൾക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിൻ്റെ രക്തം തളിച്ചുള്ള പ്രാർത്ഥന എന്നൊരൊറ്റ ലൈനല്ല ഇതിൻ്റെ ആശയം. ഇതെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥന മാത്രമല്ല, ഇതൊരു പ്രിൻസിപ്പിളാണ് ശരിക്കും. ആ പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ കോൺസെൻട്രേഷൻ പഠിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ആത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യാനും പഠിക്കുന്നു. അല്ലെങ്കിൽ സ്പിരിറ്റ് മാനെ മുൻപിൽ കൊണ്ടുവരാൻ പഠിക്കുന്നു. കാരണം എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങളും ഒക്കെ നമുക്ക് ഡിസേൺ ചെയ്യാനും ഒക്കെ അത് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. സോ എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥന വളരെ സിമ്പിളാണ്. ഇതാണോ വലിയ പ്രാർത്ഥന എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഇതാണോ വലിയ പ്രാർത്ഥന? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ജിയോ ബ്രദർ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മുഖാന്തരമാണ് ഞാൻ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാരും എന്നെ പഠിപ്പിച്ചതല്ല. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇതെങ്ങനെ എനിക്ക് ഇതിനകത്ത് നിന്ന് പുറത്തു വരാം എന്ന് ഞാൻ പലപ്പോഴും കരഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന പ്രാർത്ഥനയാണ്. അത് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ ഫോളോ ചെയ്ത് എൻ്റെ ലൈഫിനകത്ത് അതൊരു റിസൾട്ട് കണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ലൈഫിനകത്തും ഈ പ്രാർത്ഥന മുഖാന്തരം ഒരു റിസൾട്ട് ഉണ്ടാകും. ദയവേത് നിങ്ങൾക്കറിയാവുന്ന കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. അല്ല, യുവാക്കളായിട്ടുള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്യണം. യുവതികളായിട്ടുള്ളവർ, മുതിർന്നവർ എല്ലാവരും ഈ പ്രാർത്ഥന എന്ത് ചെയ്യണം? ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആ എൻ്റെയും ആർമി ബിൽഡാണ്. ശക്തമായ കോട്ടകൾ നമ്മുടെ ശരീരത്തിനും ആത്മാവിനും മനസ്സിനും ചുറ്റും നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ സാത്താൻ്റെ ഒരാരോയും അവൻ്റെ ഒരു കൂരമ്പും എന്നെയോ നിങ്ങളെ സ്പർശിക്കുവാൻ ഇടയാകത്തില്ല. കാരണം നമ്മുടെ സ്ട്രോങ് ഹോൾഡ് ബിഗർ ദാൻ ഹിസ് സ്ട്രോങ് ഹോൾഡ്. അവൻ്റെ കോട്ടകളേക്കാൾ ശക്തങ്ങൾ അത്രയും ദൈവാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാം. പ്രത്യേകിച്ച് യേശുവിൻ്റെ രക്തത്തിന് വലിയ ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഞാൻ എപ്പോൾ പ്രസംഗിച്ചാലും അവിടെ എല്ലാം തന്നെ വലിയ ശക്തിയുടെ വ്യാപാരം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാത്തിനും മുകളിലുള്ള യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കരയുകയും സംസാരിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന യേശു കർത്താവിൻ്റെ രക്തം നമുക്കെപ്പോഴും അവൈലബിളാണ്. അതെങ്ങനെ ആക്സസ് ചെയ്യണമെന്നൊന്ന് പഠിച്ചാൽ മാത്രം മതി. പരിശുദ്ധാത്മാവിലൂടെ യേശുവിൻ്റെ എല്ലാ മക്കൾക്കും ഹല്ലേലൂയ വിശ്വാസ മുഖാന്തരം അത് ആക്സസ് ചെയ്യുകയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് വർധന ഉണ്ടാകാനും അത് കാരണമാകും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ ത്രോട്ട് ഒരു ശകലം വല്ലാതിരിക്കുന്നു. ഞാൻ ആദ്യം ഇന്ന് മീറ്റിംഗ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇല്ല, എനിക്കറിയാം ഞായറാഴ്ച അനേകം കുടുംബങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അവരെ നിരാശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ചിലരൊക്കെ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ വേറെ ശുശ്രൂഷകളൊന്നും കൂടുന്നില്ല, നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാ ഞായറാഴ്ചയും വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചവരുണ്ട് അനേകം പേര് ഈ സമയത്ത്. അങ്ങനെ ഈ ഒരു ശുശ്രൂഷ മാത്രമാണ് അവർ ആക്ച്വലി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറ്റിവെച്ച് അത് ഓർക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച പിന്നെ ഐ വാസ് ഇൻ ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ മെസ്സേജുമായിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, എനിക്കറിയാം നിങ്ങളിൽ അനേകം പേര് ഈ സമയത്ത് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ വചനത്തിന് വേണ്ടിയും ഈ ആരാധനയ്ക്ക് വേണ്ടിയൊക്കെ കൊതിച്ചിരിക്കുന്ന അനേകം പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ശരിക്കും ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ത്രോട്ട് ഇത്തിരി ഒരു അസ്വസ്ഥമായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാകും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, മുതിർന്നവരെ പഠിപ്പിക്കണം, യുവാക്കളെ പഠിപ്പിക്കണം. എല്ലാവരും സ്ഥിരതയോടെ നിങ്ങളുടെ വീടുകളിൽ, ഭവനങ്ങളിൽ യേശുവിൻ്റെ രക്തം തളിച്ചുള്ള ഈ സ്ട്രോങ് ഹോൾഡ് പ്രയർ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളറിയാതെ നിങ്ങളുടെ അകത്ത മനുഷ്യനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഇതാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ അറിയാതെ ഒരു സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യുന്നു. എൻ്റെ മേലുള്ള പൈശാചിക ആക്രമണങ്ങളുടെ ശക്തി കുറയാൻ തുടങ്ങി. കാരണം അവരാക്രമിച്ചുകൊണ്ടേയിരിക്കും. സാധാരണ ആക്രമിക്കരുതെന്ന് ആരോടും പറയാൻ പറ്റത്തില്ല. ഹി വിൽ ഡു ഹിസ് വർക്ക്. പക്ഷെ നമ്മൾ എത്രമാത്രം സ്ട്രോങ് ഹോൾഡ് ബിൽഡ് ചെയ്യുന്നു അത്ര കണ്ട് ഹല്ലേലൂയ ആ ആരോകളൊന്നും നമ്മളെ സ്പർശിക്കാത്ത വണ്ണം, നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത വണ്ണം ദൈവത്തിൻ്റെ, യേശുവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ രക്തത്തിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് നമ്മുടെ അകത്ത് അത് ബിൽഡ് ചെയ്യാനിടയാകും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ തന്ന സമയത്തിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് എന്നെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഈ മക്കളെയും ഞാനിപ്പോൾ പഠിപ്പിക്കുന്നു. ഇവരുടെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പരിശുദ്ധാത്മാവെ, യേശുവിൻ്റെ രക്തം മുഖാന്തരം ഈ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മീയ അവയവങ്ങൾ, ദേഹിയുടെ അവയവങ്ങൾ, ശരീരത്തിൻ്റെ അവയവങ്ങൾ വിശദീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്ട്രോങ് ഹോൾഡുകൾ ആ മക്കളുടെ അവയവങ്ങളിൽ ബിൽഡ് ചെയ്യപ്പെടട്ടെ. കർത്താവേ, ശത്രുവിൻ്റെ ഒരാരോയും അവൻ്റെ ഒരു ആയുധങ്ങളും ഈ മക്കൾക്കെതിരെ ഫലിക്കാത്ത വണ്ണം ഒരു വലിയ മഹത്വം ഇവരുടെ ആത്മാവിലും ശരീരത്തിലും ദേഹിയിലും ഈ പ്രാർത്ഥന മുഖാന്തരം ബിൽഡ് ചെയ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാനും സ്ഥിരതയോടെ ഈ പ്രാർത്ഥന പരിശീലിക്കുവാനും ഈ മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഈ സമയത്ത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയത്ത് രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തെ ഞാൻ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ബി ഹീൽഡ് ഇൻ ജീസസ് മൈറ്റി നെയിം. ലങ്സിനകത്തുള്ള ഇഷ്യൂസ്, വലിവ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. നടുവിൻ്റെ വേദനകൾ ശരീരങ്ങളെ വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. മുട്ടിൻ്റെ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. കിഡ്നിയുടെ മേൽ സൗഖ്യങ്ങളെ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നെക്കിൻ്റെ പെയിനുകൾ, ഈ ഭാഗത്തുള്ള പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഈ
സമയത്ത് സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ അടിപ്പിണറുള്ള സൗഖ്യങ്ങൾ ഓരോ മക്കളിലേക്ക് റിലീസ് ചെയ്യുന്നു. ഈ മക്കളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനകത്ത് പൊതിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ കൊല്ലത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാ മക്കളെയും ദൈവാത്മാവിൻ്റെ അഗ്നിക്കോട്ടയ്ക്കകത്ത് പൊതിയുന്നു. തൃശ്ശൂരിലെ മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ദൈവമക്കളെയൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിലൊക്കെ ഫാസ്റ്റിംഗ് എടുത്ത് ഒരുങ്ങി പ്രിപ്പയർ ചെയ്ത് ആ മക്കൾ വരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഇത് പിന്നീട് വാച്ച് ചെയ്യുന്നവരെയും യേശുവിൻ്റെ രക്തത്തിനകത്ത് പൊതിയുന്നു. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനകത്ത് നിറയ്ക്കുന്നു. എല്ലാവരുടെ മേലും ഈ അവസാന നാളുകളിൽ വലിയ വിളിയും തെരഞ്ഞെടുപ്പും ദൈവരാജ്യത്തിൽ നിന്ന് വരട്ടെ. എൻ ടൈം അനോയിൻറ്റിങ്ങിൻ്റെ പാർട്ടാകുവാൻ, ആ എൻ ടൈം റിവൈവലിൻ്റെ പാർട്ടാകുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ മക്കളെയും പ്രിപ്പയർ ചെയ്യാനിടയായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ ആ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ കഴിയുന്നവരൊക്കെ ശുശ്രൂഷകൾ ഒന്ന് ഷെയർ ചെയ്ത് സഹായിച്ചാട്ടെ.